ഹായ് ഓൾ, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് തേങ്ങാക്കൊത്തിട്ട് ഫ്രൈ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ബീഫ് നമ്മൾ കഴുകിയെടുത്തിട്ടുണ്ട്. പിന്നെ അതിനാവശ്യമായിട്ടുള്ള സവാള, പച്ചമുളക്, പിന്നെ ഒരു കഷ്ണം നാരങ്ങ. അത് നമ്മൾ വേവിക്കുന്നതിന് മുമ്പ് ഒന്ന് പിഴിഞ്ഞ് വയ്ക്കാനാണ് ജസ്റ്റ്. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങാക്കൊത്ത്, പിന്നെ വേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, പെരിഞ്ചീരകവും കൂടെ ചതച്ചതാണ്. പിന്നെ വേണ്ടത് വേപ്പില, ആവശ്യത്തിന് വെളിച്ചെണ്ണ, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുരുമുളക് പൊടി, ഇറച്ചി മസാല, ഗരം മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി. ഇത്രയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ബീഫ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ കുക്കറിലേക്ക് ഇട്ടിട്ട് കുറച്ച് സവാളയും പിന്നെ ചെറുതായിട്ട് സ്ലൈസ് ചെയ്തിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, മുളകും കൂടെ ഇട്ട് മസാലപ്പൊടിയും കൂടി ഇട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ കുക്കറിലേക്ക് ബീഫ് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് കുറച്ച് സവാള ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ചെറുതായിട്ട് നുറുക്കി വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് വേപ്പില, മുളക്, ആവശ്യത്തിന് ഉപ്പ്, അല്പം മുളക് പൊടി, അല്പം മഞ്ഞൾപ്പൊടി, ഒരു നുള്ള് ഇറച്ചി മസാല. മിക്സ് ചെയ്യാം ഇതെല്ലാം കൂടെ. നന്നായിട്ട് എല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്യാണ്. നമ്മൾ ചെറിയൊരു കഷ്ണം നാരങ്ങ പിഴിഞ്ഞ് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് കൂട്ടിത്തരും. നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വേവിക്കാൻ വയ്ക്കുകയാണ്. നമ്മുടെ ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. പിന്നെ എന്നിട്ട് സവാള എല്ലാം വഴറ്റിയെടുക്കാം. നമ്മൾ പാൻ ചൂടാക്കാൻ വെച്ച് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. then അതിലേക്ക് നമ്മൾ സവാള ഇട്ട് കൊടുക്കാം. ഒരല്പം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം. ഏകദേശം സവാള വഴന്നു വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന പെരിഞ്ചീരകവും വെളുത്തുള്ളി, ഇഞ്ചി ഇട്ട് കൊടുക്കാം. നമുക്ക് എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ ഇറച്ചി മസാല,
1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, അല്പം ഗരം മസാല, പിന്നെ ഒരല്പം കുരുമുളക് പൊടി. ഇതെല്ലാം കൂടെ ചേർത്ത് ഇളക്കാം. നമുക്ക് പച്ചമണം മാറും വരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. നമുക്കിനി കുറേശ്ശെ ബീഫ് ഇട്ട് കൊടുക്കാം. നമ്മൾ ബീഫ് ഇട്ട് കൊടുത്തേക്കാണ്. നമുക്കിനി തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്ത് വെള്ളം ഒന്ന് പറ്റിച്ചെടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്ക് ഇച്ചിരി വേപ്പിലയും കൂടെ മീതെ ഇട്ട് കൊടുക്കാം. നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇതുപോലെ നിങ്ങൾക്കും ട്രൈ ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.